ഹലോ ഗൈസ്, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു അടിപൊളി സംഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. ബ്രെഡ് ബോക്സ് പാറ്റീസ് എന്നാണ് പറയുന്നത്. അപ്പം ഇഫ്താറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. നല്ല ക്രിസ്പിയാണ്, അതേപോലെ തന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കിയിട്ട് വരാം. ആദ്യം തന്നെ നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിന് അകത്തേക്ക് വെക്കേണ്ട ഫില്ലിങ് നമുക്ക് ഫസ്റ്റ് തയ്യാറാക്കി വെക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ആദ്യമേ തന്നെ ഒരു മീഡിയം സൈസ് സവോള വളരെ ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 2 കഷ്ണം വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും അതും ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും. ഒരുപാട് അങ്ങ് ബ്രൗൺ ഷെയ്ഡ് ആവണ്ട, ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കണം. വെജിറ്റബിൾസ് വന്നിട്ട് നിങ്ങൾക്ക് ഓപ്ഷണലാണ്. ഇത് ഞാൻ ചിക്കൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ചിക്കൻ മാത്രമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി ചിക്കനെ മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് വെജിറ്റബിൾസ് മാത്രം ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഉള്ളിൽ ഫില്ലിങ് എന്തൊക്കെ വെക്കണം എന്നുള്ളതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. ഞാനിവിടെ ഒരു ക്യാരറ്റിൻ്റെ പകുതിയും അതേപോലെ ഒരു 8 ബീൻസ്, ചെറിയ ഒരുപാട് നീളമുള്ള ബീൻസ് അല്ല, ഒരു 8 ബീൻസും അരിഞ്ഞാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഏകദേശം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി. ഓവറായിട്ട് മസാലയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഈ 2 കാര്യങ്ങളാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ വന്നിട്ട് കുക്ക് ചെയ്ത ചിക്കനാണ്. അത് 1/2 കപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് കുക്ക് ചെയ്തെടുത്ത ചിക്കനാണ്. അതൊന്നിങ്ങനെ ഇതുപോലെ ഒന്ന് കീറി എടുത്തിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് രണ്ടൊന്ന് കുക്ക് ചെയ്തതിന് ശേഷം ഒരു 1-2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്താൽ മതിയാവും. ഇതിപ്പം എല്ലാം അതിൽ അങ്ങ് പിടിച്ച് ഇപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്കൊന്ന് ഓഫ് ചെയ്ത് വെക്കാം, ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ബ്രെഡ് എടുക്കാം. ബ്രെഡ് വന്നിട്ട് ഞാനിവിടെ ഒരു 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. എൻ്റെ ബ്രെഡ് കറക്റ്റ് ഒരു സ്ക്വയർ ഷേപ്പ് അല്ല കേട്ടോ. ഇടയ്ക്ക് ഒരു ഭാഗം വന്നിട്ട് റൗണ്ട് ഷേപ്പിലാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ 4 വശവും നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. അരിക് ഒന്ന് മാറ്റി കൊടുത്താൽ മതി. അങ്ങനെ നമുക്ക് എല്ലാ ബ്രെഡിൻ്റെയും മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഓരോ ബ്രെഡിൻ്റെ സ്ലൈസും എടുത്തിട്ട് നമുക്ക് ചപ്പാത്തിയൊക്കെ പരത്തത്തില്ലേ, ചപ്പാത്തിയൊക്കെ പരത്തുന്ന ഒരു ഇത് വെച്ചിട്ട്, അല്ലെങ്കിൽ PVC പൈപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും മതി കേട്ടോ. അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. നമുക്ക് ബ്രെഡ് നല്ല പൊന്തിയിരിക്കുന്ന ബ്രെഡല്ലേ, അതങ്ങ് മാറി ഒന്ന് പരന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എങ്കിൽ മാത്രമേ നമുക്കിത് ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പരത്തി കൊടുക്കുന്നത്. അങ്ങനെ നമുക്ക് എല്ലാം പരത്തിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്ത് ഫില്ലിംഗ് ആണോ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് ആ ഫില്ലിങ് നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് 4 വശവും അല്പം വെള്ളം നമുക്കിന്ന് ഇങ്ങനെ തേച്ച് കൊടുക്കാം, സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം തേച്ചാലും മതി. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഒട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, ചിലർക്ക് ഒട്ടത്തില്ല എന്നുണ്ടെങ്കിൽ ഒരല്പം മൈദ ഇത്തിരി വെള്ളത്തിൽ കലക്കിയിട്ട് അത് വെച്ച് ഒട്ടിച്ച് കൊടുത്താലും മതി കേട്ടോ. ഞാനിപ്പം വെള്ളം വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. വെള്ളം വെച്ചിട്ട് നന്നായി ഒട്ടി വരുന്നുണ്ട്. ചിലരുടെ ബ്രെഡ് ഒട്ടാൻ പാടായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു ഓപ്ഷൻ പറഞ്ഞത്. അപ്പോൾ എല്ലാം ഞാനിത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഞാനൊരു മുട്ട ബീറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ബ്രെഡ് ക്രംസും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ചിക്കൻ കട്ട്ലേറ്റിൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ബ്രെഡ് ക്രംസ് എങ്ങനെ ഉണ്ടാക്കിയെന്ന്. ബ്രെഡ് ജസ്റ്റ് ഒന്ന് ഫ്രൈങ് പാനിൽ വെച്ച് ചൂടാക്കിയിട്ട് അത് മിക്സിയിൽ പൊടിച്ചെടുത്തതാണ്. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന ബ്രെഡ് ക്രംസ് ഒന്നും അല്ല ഇത്. അപ്പോൾ ആദ്യം മുട്ടയിൽ മുക്കുക, പിന്നെ ബ്രെഡ് ക്രംസിൽ മുക്കുക. മുട്ടയിൽ മുക്കിയ കൈ കൊണ്ട് ബ്രെഡ് ക്രംസിൽ മുക്കരുത്. പിന്നെ വീണ്ടും മുട്ടയിൽ മുക്കുമ്പോൾ ബ്രെഡ് ക്രംസൊക്കെ കയ്യിലാകും. അപ്പം എപ്പോഴും അത് ശ്രദ്ധിക്കുക. ഏതെങ്കിലും ഒരു കൈ കൊണ്ട് മാത്രം ഒരു കാര്യം ചെയ്യുക. ഇതിപ്പോൾ എല്ലാം ഞാൻ റെഡിയാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു ഫ്രൈങ് പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക, ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. എണ്ണ ചൂടായതിന് ശേഷം മാത്രം നമുക്ക് ഇതിട്ട് കൊടുക്കാം. പെട്ടെന്ന് ഫ്രൈ ആയി വരും കേട്ടോ. ഒരുപാട് നേരമൊന്നും വേണ്ട. ബ്രെഡല്ലേ, പെട്ടെന്ന് ഫ്രൈ ആയി വരും. 3 നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ബാച്ചായിട്ടാണ് ഞാൻ ചെയ്തത്. 3 എണ്ണം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്പം നേരം കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് മറിച്ചിടാം. കണ്ടില്ലേ, ഒരു വശം നന്നായിട്ട്
കുക്കായിട്ടുണ്ട്, നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. എന്നിട്ട് ഈ വശം കൂടെ കുക്കായതിന് ശേഷം നമുക്കിതിനകത്തുനിന്ന് വാങ്ങിയെടുക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാം. രണ്ടാമത്തെ ബാച്ചാണിത്. ഞാൻ മൊത്തം 6 സ്ലൈസ് ബ്രെഡാണ് എടുത്തിരുന്നത് കേട്ടോ. അപ്പം 2 ബാച്ച് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം എടുക്കുവാണ്. കണ്ട, ഞാൻ ഒരുപാട് എണ്ണയൊന്നും ഉപയോഗിച്ചിരുന്നില്ല. ഇതേപോലെയുള്ള ഫ്രൈങ് പാനിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നും വരത്തില്ല. അപ്പം വളരെ പെട്ടെന്നും എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. നല്ല ക്രിസ്പിയാണ്, ക്രഞ്ചിയാണ്, അതേപോലെ ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം. താങ്ക്